ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്? എന്താണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? Employment is the work done by a person physically or intellectually for income. എന്താണ് ഇൻകത്തിന് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടോ ചെയ്യുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്നത് ഒന്നുകിൽ വേജസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സാലറി ആയിട്ടായിരിക്കും. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അയാളുടെ എംപ്ലോയ്മെൻ്റ് ആണ്, അയാളുടെ തൊഴിലാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ സോഴ്സ് ഓഫ് ഇൻകം? എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻകം? ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒന്നുകിൽ ലേബർ, നമ്മുടെ വർക്കായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിരിക്കാം. എന്തിൽ നിന്നൊക്കെയാണോ നമുക്ക് ഇൻകം വരുന്നത് അതൊക്കെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സാമ്പിൾ അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക്, ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ അസറ്റ്സ്. ഇതൊക്കെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പേഴ്സണൽ ഇൻകം? എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന മൊത്തം ഇൻകത്തെയാണ് നമ്മൾ ആ ആളുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾക്ക് എന്താ പറയുക, വേജ് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ സാലറി കിട്ടുന്നുണ്ടാവാം, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയർ ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അയാളുടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഫാമിലി ഇൻകം? എന്താണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്? ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൈൻ പീരീഡ്. ഒരു സർട്ടൈൻ പീരീഡിൽ ഒരു ഫാമിലിയിലെ എല്ലാ ആളുകളുടെയും, എല്ലാ മെമ്പേഴ്സിൻ്റെയും പേഴ്സണൽ ഇൻകം കൂടെ കൂട്ടുമ്പോഴാണ് ആ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ആർ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? എന്താണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് such as cultivation of plants for food and fiber production, animal husbandry and pisciculture, etc. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള എല്ലാ എംപ്ലോയ്മെൻറ്റിനെയുമാണ് നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ആണ് ഫൈബർ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി, പിസികൾച്ചർ എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? എന്തൊക്കെയാണ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? All kinds of employments that are not included in agricultural employment can be considered as non-agricultural employments. എന്താണ് എല്ലാ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് അല്ല, ചിലത് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. കൺസ്ട്രക്ഷൻ, ബിസിനസ്, ഇതെല്ലാം എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് അല്ലാത്തതെല്ലാം നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സർവീസസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷന്, ബിസിനസ്, ടീച്ചിങ്, അത്തരത്തിലുള്ള എല്ലാതും എന്താണ്? നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്, കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫ്ലോറികൾച്ചർ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിന് നമുക്ക് എക്സാമ്പിൾസ് എഴുതാം. ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബാങ്കിങ്, ടീച്ചിങ്, മാനുഫാക്ചറിങ് ക്ലോത്ത്സ്, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? Self-employment means earning a livelihood through independent economic activities without being under the control of any employer. Example, grocery shop, tailoring shop and bakeries. എന്തൊക്കെയാണ്? സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയറുടെ കൺട്രോൾ ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ആണ് ഗ്രോസറി ഷോപ്പ് നടത്തുന്നത്, ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നത്, ബേക്കറീസ്, ഇതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി പുതിയ പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.